ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ 4 മണിയാണ് ഇപ്പോൾ സമയം. നമ്മൾ നേരെ കോയമ്പത്തൂരേക്ക് പോവാണ് കേട്ടോ. എല്ലാ ഇയറിലും നമ്മൾ കോയമ്പത്തൂർ എൻ്റെ കണ്ണ് ചിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഉറക്കം ഇറങ്ങി എണീറ്റപ്പോൾ ഏകദേശം ഒരു 6:45 6:30 ഒരു സൺറൈസിൻ്റെ സമയമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് നല്ല ഉറക്കാം. അനുവേട്ടനോട് ഞാൻ ഇടയ്ക്ക് മാറി ഓടിക്കണമെങ്കിൽ എന്നെ വിളിച്ചോളാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ മൂപ്പർ എന്നെ വിളിച്ചില്ല കേട്ടോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. വീണ്ടും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴാണ് കേട്ടോ അനുവേട്ടൻ പറഞ്ഞത് ഇത് കുതിരാൻ എന്ന് പറഞ്ഞ ടണലാണ്, ഒരു മല തുറന്നുണ്ടാക്കിയിട്ടുള്ള ടണലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ കോയമ്പത്തൂർ പോകുമ്പോൾ ഈ ടണൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോഴാണ് എടപ്പാൾ ടു കോയമ്പത്തൂരാണ് സാധാരണ ഞങ്ങൾ പോകാറുള്ളത്. കൊച്ചി ടു കോയമ്പത്തൂർ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഈ റൂട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നിർത്തി. കാരണം ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കണക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ആര്യാസിലാണ് കേട്ടോ കയറാറുള്ളത്. അപ്പോൾ ഇത് ആര്യാസ് ആണെന്ന് വിചാരിച്ചാൽ കയറിയത്, പക്ഷെ നമുക്ക് മാറിപ്പോയി. ആര്യാസ് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടായിരുന്നു. അങ്ങനെ ഫുഡൊന്നും മോശമില്ലായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ നേരെ കോയമ്പത്തൂർ ഹോസ്പിറ്റലെത്തി. സാധാരണ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പഴയ ബിൽഡിങ്ങാണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന മാതിരി നമുക്ക് തോന്നുക. പക്ഷെ ഇപ്പോൾ ഹോസ്പിറ്റൽ ആകെ മാറിയിട്ടോ. കഴിഞ്ഞ 2-3 തവണ വന്നപ്പോഴൊക്കെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പൊട്ടിയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഫുൾ AC എസ്കലേറ്ററൊക്കെ വെച്ച് സെറ്റപ്പ് മൊത്തം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലുക്കിലേക്ക് പോയിട്ടോ. ആകെ 100 റുപ്പീസാണ്. വലിയ ചെക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി ആകെ ചിലവാവുക 100 രൂപ. അതാണ് നമ്മളുടെ അവിടുത്തെ OP ടിക്കറ്റിൻ്റെ ചാർജ് 100 രൂപ. സ്കാനിങ് എനിക്ക് പറയാറുണ്ടായിരുന്നു എല്ലാ വർഷവും. ആ സ്കാനിങ്ങിന് മാത്രം എനിക്ക് 2000 റുപ്പീസ് വരും. അപ്പോൾ മൊത്തം നമ്മുടെ എക്സ്പെൻസ് 2100 ആയിരുന്നു. പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിയില്ല, സ്കാൻ ചെയ്യാൻ പറഞ്ഞില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കും അറിയില്ല. കാരണം എൻ്റെ കണ്ണിൻ്റെ പ്രോഗ്രഷൻ അറിയണമെങ്കിൽ സ്കാൻ ചെയ്താലാണ് അറിയാമെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഇത്തവണ സാധാരണ കാണുന്ന ഡോക്ടറിനെ ഇനി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഡോക്ടേഴ്സൊക്കെ പോയപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് വിശന്ന് തുടങ്ങിയപ്പോൾ നേരെ താഴെയുള്ള ക്യാൻറ്റീൻ അല്ല, ഒരു കഫറ്റീരിയയിലേക്ക് പോയി. അവിടുത്തെ റോസ് മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഞാനൊരു എഗ് സാൻഡ്വിച്ചും അനുപേട്ടനൊരു പനീർ സാൻഡ്വിച്ചും വാങ്ങി. ഇവിടെ എഗ്ഗും പനീറൊക്കെ കിട്ടുള്ളൂ, ചിക്കനൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ചെന്ന് ഒരു ഡോക്ടറെ കണ്ടു. പുള്ളി 6 മാസം കഴിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പൊക്കോളം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സ്കാനിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വണ്ടി കയറാൻ വേണ്ടി സാധാരണ വണ്ടി നിർത്താറുള്ളതൊക്കെ ഭയങ്കര വെയിലത്താട്ടോ. വണ്ടിയിൽ കയറുമ്പോഴേക്കും നമ്മളിങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ചൊരു ഫീൽ ആയിരിക്കും. പക്ഷെ ഇത്തവണ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തു. പിന്നെ വണ്ടിയൊന്നും വലിയ ചൂടൊന്നുമില്ലാണ്ട് അത് സുഖമായിട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടോ. പൊടിയായില്ല വണ്ടിയിൽ. അങ്ങനെ നമ്മൾ KG ഹോസ്പിറ്റലിൽ അനുപേട്ടനെന്തോ ആരെയും കാണാണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിർത്തി നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പോകുന്ന വഴി നമുക്ക് പാലക്കാട് നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു അനുപേട്ടൻ. പക്ഷെ ഞാനും വെച്ചിട്ട് നല്ല ഉറക്കമായതുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല. നമ്മളങ്ങനെ കൊച്ചിയിൽ അത്താണി എത്തിയപ്പോഴാണ് നമ്മൾ സൽക്കാരയിൽ കയറിയത് കേട്ടോ. സൽക്കാരയിൽ നിർത്തിയിട്ട് നമ്മൾ നല്ല പൊറോട്ടയും ബട്ടർ ചിക്കനും ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങളത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.